ഭക്തിസാന്ദ്രമായി ചോറ്റാനിക്കര ഭക്തലക്ഷങ്ങളാണ് അമ്മയുടെ സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത്. ഇന്ന് രാത്രി 9:30 വരെയാണ് മകം തൊഴിൽ. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, വലിയ ഭക്തജന പ്രവാഹം തന്നെയാണ് അമ്മയുടെ സന്നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. കെ പി പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് ചോറ്റാനിക്കര ദേവീ ക്ഷേത്രമുള്ളത്. മകൻ തൊഴൽ അവിടെ ചോറ്റാനിക്കരയിലെ മകൻ തൊഴൽ ഏറ്റവും ചരിത്ര പ്രസിദ്ധമാണ്. മകന്നാളിൽ ചോറ്റാനിക്കര അമ്മയെ ദർശിച്ച് പ്രാർത്ഥനകൾ നടത്തുക, സർവാഭരണ വിഭൂഷിതയായി നിൽക്കുന്ന ചോറ്റാനിക്കര അമ്മയെ ദർശിക്കുക എന്നത് ഓരോ ഭക്തൻ്റെയും ഏറ്റവും വലിയ ജന്മാഭിലാഷം തന്നെയാണ്. ഒരു തവണ വന്ന ഭക്തർ എല്ലാ വർഷവും തുടർച്ചയായി ചോറ്റാനിക്കര അമ്മയെ ദർശിക്കാൻ എത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയേണ്ടത്. കാരണം അത്രമാത്രം അവർ ആ ഒരു കാത്തിരിപ്പിലാണ് അടുത്ത വർഷം ചോറ്റാനിക്കര അമ്മയെ മകന്നാളിൽ തന്നെ ദർശിക്കുക എന്നതിൻ്റെ. മകൻ ദർശനത്തിനായി പുലർച്ചെ തന്നെ ആളുകൾ എത്തിയിരുന്നു. 4 മണിക്ക് തന്നെ ഈ ഒരു ക്യൂവിൽ ഇടം പിടിച്ച് അവിടെ വിരിവെച്ച് കാത്തിരിക്കുകയായിരുന്നു. പുലർച്ചെ മുതൽ തന്നെ ആളുകൾ. അവരെ സംബന്ധിച്ചെല്ലാം തന്നെ വലിയ ഒരു വിശ്വാസം തന്നെയാണ്. എവിടെ നിന്നാണ് വരുന്നത്? പാലക്കാട് നിന്ന് വരുവാണ്. കുറെ പേര് പാലക്കാട് നിന്ന് വന്നത് കണ്ടിരുന്നു. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും ഉണ്ട്. ആരൊക്കെ എത്തണം വന്നിരിക്കുന്നത്? എന്റെ ഭർത്താവാണ്, ഇതെന്റെ പേരക്കുട്ടി, അതെന്റെ മകള്, അതെന്റെ പേരക്കുട്ടി. ചോറ്റാനിക്കര അമ്മ എല്ലാ വർഷവും വരുമ്പോൾ നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു ദേവിയെ കാണാൻ അത്രയും സന്തോഷമാണ്. ദേവിന്റെ അനുഗ്രഹവും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എത്താനും സാധിച്ചു. പിന്നെ എത്ര മണിക്ക് വന്നു? ഞങ്ങൾ വീട്ടിൽ നിന്നാ ഇവിടെ 3 മണിക്ക് ഇറങ്ങി ഇവിടെ 6 മണിക്ക് എത്തി. ആ സമയത്ത് ക്യൂവിൽ നിൽക്കുമായിരുന്നു. വളരെ നേരത്തെ തന്നെ ക്യൂവിൽ നിന്ന് ആളുകളുണ്ട്. നിങ്ങൾ എവിടുന്ന് വരുന്നത്? ഞങ്ങൾ പൂക്കോട്ടോടി. എങ്ങനെ വിശ്വാസത്തിന്റെ ഭാഗം എങ്ങനെയാണ്? ഞങ്ങൾ വർഷത്തിലൊരു തവണ വരുന്നത്. ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. ദൈവം കാണാൻ നോക്കിയാൽ നല്ല ഭാഗ്യമായിട്ട് വരുന്നു. പാലക്കാട് നിന്ന് വരുന്നു. കൊല്ലംകോട്. അമ്മ എവിടുന്ന ദർശനത്തിന് വരുന്നത്? എവിടുന്ന് വരുന്നതാണ്? എപ്പോഴെത്തി? 9 മണിക്ക് വന്ന് നിൽക്കണേന്ന്. 9 മണിക്ക് നിൽക്കുവാണ്. ഇപ്പൊ കാണാൻ പറ്റിയല്ലോ ഈ ഒരു സമയത്തെങ്കിലും. അത്രയും തിരക്കല്ലേ? എല്ലാ വർഷം വരുന്ന ആളാണോ? എല്ലാ വർഷം പറഞ്ഞാണ്ട് വന്നതാ. എല്ലാ വർഷം വരും. ഈ ഒരു മകന്നാളിൽ മാത്രമാണോ വരാറില്ല? ഇല്ല, കിട്ടുന്ന സമയങ്ങളിലൊക്കെ വരാറുണ്ട്. ഇവിടെ പെരുമ്പാവൂർ വീട്, അപ്പോൾ അതുകൊണ്ട് അടുത്തെളുപ്പം വരാറുണ്ട്. ഈ ഒരു സമയത്ത് മാത്രമല്ല, അല്ലെങ്കിൽ മകന്നാളിൽ മാത്രമല്ല, മറ്റു സമയങ്ങളിലും ചോറ്റാനിക്കര അമ്മയെ ദർശിച്ച് മടങ്ങുക എന്നത്, അത് ചോറ്റാനിക്കര അമ്മയെ ദർശിക്കുക എന്നതൊരു പുണ്യമായി കരുതുന്ന ഭക്തർ ലക്ഷങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ചോറ്റാനിക്കര അമ്മയെ കാണുക? ഈ കാത്തിരിപ്പിന് ഒരു വിരാമമാവുകയാണ് അല്ലേ ഇന്നത്തെ? എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? പിന്നെ നല്ല ഇതല്ലേ. ഞങ്ങൾ എല്ലാ വർഷവും തന്നെയാണ് ഇവിടെ. എല്ലാ വർഷവും വരാറുണ്ട്. ഇത് മുടക്കാറില്ല. ഇപ്പോൾ ഇനിയിപ്പം ഈ ഒരു സമയത്ത് അല്ലേ, കുറച്ച് സമയം കൂടെ കാത്തിരുന്നാൽ നിങ്ങൾക്ക് തൊഴാൻ പറ്റും. എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നാണ്. എറണാകുളം. അമ്മയ്ക്ക് വന്നിട്ടുണ്ടോ? മകൻ തൊഴാൻ വന്നിട്ടില്ല, അല്ലാതെ എങ്ങനെയാണ് പ്രാർത്ഥനകളുടെ ഒരു അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം? ചോറ്റാനിക്കരുടെ അനുഗ്രഹം എന്തായാലും ഉണ്ടാവും. ഈ പറഞ്ഞ ചേട്ടനും ഉണ്ടാവും. ആ പ്രാർത്ഥനകൾ എങ്ങനെ ഫലിക്കുമെന്നത് ഉറപ്പ്. എങ്ങനെയുണ്ട്? ക്യൂവിൽ നിന്നിട്ട് അതിനൊരു ബുദ്ധിമുട്ട് തോന്നിയായിരുന്നോ? ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾക്ക് ദൈവത്തെ കാണണം, നല്ലൊരു അനുഭവമാണ്. എന്നാലും ശാരീരിക പ്രശ്നങ്ങളെ മറികടന്ന് നമ്മളെല്ലാം വന്നിരിക്കുന്നത്. അതെ അതെ, ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെന്തിനാ നമ്മൾ അതെ അതെ പറഞ്ഞതുപോലെ, ആ അമ്മയെല്ലാം പറഞ്ഞതുപോലെ ഭക്ഷണവും വെള്ളവും എല്ലാം തന്നെ അവിടെ ഒരുക്കിയിരുന്നു ക്ഷേത്ര ഭാരവാഹികൾ. അതുമായി ബന്ധപ്പെട്ട് അവരെ കാത്തിരിപ്പിന്, കാരണം പ്രത്യേകമായി തന്നെയുള്ള ക്യൂ, ഭിന്നശേഷിക്കാർക്കും വയോധികർക്കുമെല്ലാം പ്രത്യേകമായി തന്നെയുള്ള ക്യൂ സജ്ജീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം ക്യൂ നിന്ന് ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നൊരു രീതിയിൽ തന്നെയാണ് അത്തരം സജ്ജീകരണങ്ങൾ ചെയ്തിരുന്നത്. എന്നാൽ പ്രായമായവരും ഭിന്നശേഷിക്കാരും അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെല്ലാം തന്നെ ആളുകൾ അവരുടെ എല്ലാം വലിയ ഒരു തിരക്കുണ്ട്. ആ ഒരു പ്രശ്നങ്ങൾ, തങ്ങളുടെ ശാരീരിക പരിമിതികളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് ചോറ്റാനിക്കര അമ്മയുടെ ദർശനം നടത്തുക, ദർശന സായുജ്യം നേടുക എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ച്. പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി 9:30 വരെയാണ് മകം തൊഴിൽ.
ഭക്തജന പ്രവാഹം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് ജില്ലകളിൽ നിന്നും മറ്റു ദൂര ജില്ലകളിലടക്കം നിരവധി ഭക്തരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെയും അത്രത്തോളം സൗകര്യങ്ങൾ, അത് ഗതാഗത സൗകര്യങ്ങളായി കഴിഞ്ഞാൽ മറ്റ് ദർശന സൗകര്യങ്ങളായാലും വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത് അല്ലേ? കെ.പി. തീർച്ചയായും വിപുലമായ സജ്ജീകരണങ്ങൾ തന്നെയാണ് വളരെ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നത്. കാരണം ഏതാണ്ട് 1000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വിന്യസിച്ചിരുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ യൂണിറ്റുകളിൽ നിന്ന് പോലീസും ഫയർഫോഴ്സ് സംഘങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെയാണ് സന്നദ്ധ പ്രവർത്തകരുടെ ഒരു വിവിധ ഗ്രൂപ്പുകൾ ഇവിടെ ഭക്തർക്ക് അവർക്ക് കുടിവെള്ളവും മറ്റ് ചികിത്സാ സൗകര്യങ്ങളെല്ലാം സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് സേവാഭാരതിയുടെ അടക്കമുള്ള യൂണിറ്റുകൾ ഇവിടെ സജ്ജമായിരുന്നു. ആംബുലൻസുകൾ അടക്കം ഏത് ഘട്ടത്തെയും പ്രതിരോധിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തെയും എതിരിടാൻ കഴിയുന്ന തരത്തിലുള്ള സർവ്വസജ്ജമായി തന്നെയായിരുന്നു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയത്. ആ ഒരുക്കങ്ങളെല്ലാം ഒരു ഭാഗത്ത് ക്ഷേത്ര അധികാരികളും മറ്റ് സംഘാടകരും എല്ലാം തന്നെ പൂർത്തിയാകുന്നു. മറുഭാഗത്ത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ചൊറ്റാനിക്കര മകം ദർശനം നടത്തുക, ഒരു വില്യമംഗലം സ്വാമിയാർക്ക് ചൊറ്റാനിക്കര അമ്മ ദർശനം നൽകി എന്ന ഐതിഹ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചൊറ്റാനിക്കര മകം തൊഴൽ നടക്കുന്നത്. അതേ സമയത്ത് തന്നെ ആ ദർശനം നൽകി അതേ സമയത്ത് ചൊറ്റാനിക്കര അമ്മയെ ദർശിക്കുമ്പോൾ ചൊറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹങ്ങൾ അത് തങ്ങളുടെ മേൽ ചൊരിയും എന്നത് തന്നെയാണ് ഓരോ ഭക്തരുടെയും വിശ്വാസം എന്ന് പറയുന്നത്. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ ഈ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ഇവിടെ എത്തി. നടൻ ദേവൻ അടക്കമുള്ള ആളുകൾ നേരത്തെ ക്ഷേത്ര ദർശനം നടത്തി. അദ്ദേഹം അടക്കം നമ്മളോട് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഇവിടെ ദർശിക്കാൻ കഴിയുക, ചൊറ്റാനിക്കര അമ്മയെ ഒന്ന് കാണാൻ കഴിയുക എന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. ആ മഹാഭാഗ്യത്തിന്റെ ഭാഗമായി മാറിയ ആളുകളാണ് താനടക്കമുള്ള ആളുകൾ. അമ്മയെ ഒന്ന് കണ്ട് തൊഴുത് മടങ്ങുക എന്നതാണ് ഓരോരുത്തരുടെയും ഒരു ജീവിതാഭിലാഷമായി ഇവിടെ കാത്തിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതാഭിലാഷം എന്ന് പറയുന്നത്. അവരുടെ എല്ലാം ഉള്ളിൽ ഓരോ പ്രാർത്ഥനകളുണ്ട്, ഓരോ ചിന്തകളുണ്ട്. അവർക്ക് ദേവിക്ക് മുന്നിൽ വെക്കാൻ ഓരോ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ദേവി നിവർത്തിച്ചു തരുമെന്ന വിശ്വാസം തന്നെയാണ് ചൊറ്റാനിക്കര അമ്മയെ വിശ്വാസികളായ ആളുകളെ അവരെ മുന്നോട്ട് നയിക്കുന്നത്. ഈ ഒരു മകൻ തൊഴലിന് ശേഷം പിന്നീടുള്ള ഒരു വർഷം, അടുത്ത മകൻ തൊഴൽ വരെയുള്ള സമയവും ഒരു പോസിറ്റീവ് എനർജി തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന കാര്യം ആണ് ഓരോരുത്തരും പറയുന്നത്. ആ വിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ചൊറ്റാനിക്കര അമ്മയെ ദർശിച്ച് പ്രാർത്ഥനകളുടെ ഭാഗമായി നിൽക്കുമ്പോൾ ആ ഒരു കാലത്തോളം എല്ലാത്തിനെയും, എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാൻ, ജീവിതം പ്രതിരോധത്തിൻ്റെതായി മാറുവാൻ, ജീവിത പ്രയാസങ്ങളെ മാറ്റിക്കൊണ്ട്, മനപ്രയാസങ്ങളെ മാറ്റിക്കൊണ്ട് ജീവിതത്തിൻ്റെ നല്ല വശങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് പ്രചോദനമാകുന്നതാണ് ചൊറ്റാനിക്കര അമ്മയും ചൊറ്റാനിക്കര ദേവീക്ഷേത്രവും എന്ന കാര്യം തന്നെയാണ് അവർ ഓരോരുത്തരും പറയുന്നത്. അവരുടെ പ്രായം ഒന്നും വകവയ്ക്കാതെയാണ് എല്ലാവരും എത്തിയിട്ടുള്ളത്. അതിൽ കൊച്ചു കുട്ടികളുണ്ട്, ഒപ്പം തന്നെ ചെറുപ്പക്കാർ മാത്രമല്ല പ്രായമായവരടക്കം ഈ ക്യൂവിൽ നേരത്തെ തന്നെ ഇടം പിടിച്ചിരുന്നു. അവരാണ് ഏറ്റവും അധികം, പ്രത്യേകിച്ച് സ്ത്രീകളാണ് സാധാരണ നിലയിൽ ചൊറ്റാനിക്കര മകം ദർശനത്തിനായി ഏറ്റവും അധികം വന്നു പോയിരുന്നത്. ചൊറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് ഏറ്റവും അധികം എത്തിയിരുന്നത് സ്ത്രീകളാണ്. എന്നാൽ പുരുഷന്മാരും ഈ ഒരു ഒപ്പം എത്തുന്നുണ്ട്. ഇവർക്ക് പ്രത്യേക ക്യൂ സജ്ജീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരുന്നു. സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക ക്യൂ, പുരുഷന്മാർക്കൊപ്പം എത്തുന്ന ആളുകൾക്ക് പ്രത്യേകമായി ക്യൂ എന്നീ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കുക, ദേവീ ദർശനം പൂർത്തിയാക്കുക എന്നതിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് തന്നെയുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർണ്ണമായും തന്നെ ഇവിടെ ഒരുക്കിയിരുന്നു. ഇപ്പോഴും വിശ്വാസികൾ കടന്നു പോകുന്ന ക്യൂവിൽ കാത്തിരിപ്പിന്റെ അവസാന വിരാമമിട്ട ദർശനത്തിനായി നീങ്ങുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് കെ.പി. നമുക്ക് ഇവിടെ ചൊറ്റാനിക്കര ക്ഷേത്ര പരിസരത്ത് നിന്ന് കാണാൻ കഴിയുക. ഭക്തിസാന്ദ്രമായി ചൊറ്റാനിക്കര അമ്മയുടെ സന്നിധിയിൽ നിന്നും ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ.